നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹിറ്റായ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്. സ്നേഹമില്ലെങ്കിലും ശ്രീനിവാസനെ അല്ലെങ്കിൽ നായകനെ വീഴ്ത്തിക്കൊണ്ടുള്ള എങ്ങനെയാ ഇത്രയും ഹൃദ്യമായിട്ട് തന്മയത്തോടെ ആ ഡയലോഗ് ഒന്ന് നോക്കട്ടെ, നമുക്കൊന്ന് പ്രോത്സാഹിപ്പിച്ചാലോ? റെഡി 1 2 3 ഒന്ന് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് ആ ഡയലോഗ് ഒന്ന് പ്ലീസ്. ഇതൊക്കെ തന്നെ എനിക്കറിയാലോ. അല്ല അതെന്തറിയോ, ആ സീൻ ചെയ്യുമ്പോ നമ്മൾ മനഃപൂർവ്വം ഒരു പറ്റിപ്പിന്റെ എക്സ്പ്രഷൻ കൊടുത്താൽ സത്യേട്ടൻ പറയും ഉറുഷി അത് വേണ്ട, ഉറുഷി വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ മതി. സീനിലെ ഓഡിയൻസിന് മനസ്സിലായിക്കോളും അടുത്ത സീൻ വരുമ്പോൾ ഇത് കള്ളമായിരുന്നു എന്നുള്ളത്. അത് തന്നെയാണ് തലയുടെ മന്ത്രത്തിലും പറഞ്ഞത്. ഫസ്റ്റ് ഡേ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ വില്ലത്തിയൊക്കെ നമ്മൾ അതിന് മുമ്പുള്ള സിനിമയെ കാണുമ്പം മുഖമൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചില ചുണ്ടുകൊണ്ടുള്ള ചില ആക്ഷൻ ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അപ്പൊ അതുപോലെയാണെന്ന് വിചാരിച്ച് ഞാൻ അതിനങ്ങ് തയ്യാറായി. ഭയങ്കര ഒരു വില്ലത്തിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞു, എന്താ ഉറുഷി അങ്ങനെ ചെയ്തേ? നമ്മൾ ചേട്ടാ ഇത് വില്ലത്തിയല്ലേ, കുടുംബം കലക്കാനുള്ള. അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഉർവശി ചെയ്തത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ പിന്നെ കുഴപ്പമായിട്ട് വരുന്നതായിട്ടാണ്. അതുകൊണ്ട് അങ്ങനൊന്നും പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡയറക്ടേഴ്സിന്റെ താല്പര്യമാണ്. അതെന്നുണ്ടെങ്കിൽ ചില ഡയറക്ടേഴ്സ് പറയും, ഇപ്പൊ തമിഴാണ് അത് ചെയ്തിരുന്നു എങ്കിൽ അന്ന് കുറച്ചുകൂടെ എമോഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിനൊരു വില്ലത്തിയുടെ ചില ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ലുക്കൊക്കെ കൊടുക്കും, പ്രത്യേക മ്യൂസിക് ഒക്കെ കൊടുക്കും. ഇത് കള്ളമാണ്, ഇത് വില്ലത്തിയാണ് എന്നൊക്കെ വരുത്താൻ. പക്ഷെ മലയാളം നമുക്ക് വേറൊരു ട്രെൻഡ് അല്ലായിരുന്നു. അതില് ഒരു രസകരമായ രംഗമുണ്ട്. അതായത് ഈ മാല മേടിച്ചോ എന്ന് ചോദിക്കുന്ന. ഇല്ല വെച്ചാൽ ഞാൻ മറന്നു, എനിക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു എന്ന് പറയുന്നത്. 10 പവൻ തന്നേ ഓർമ്മയുള്ളൂ. അതൊക്കെ ആ സീനിലുണ്ട് അതിന്റെ കണ്ടന്റ്. അപ്പൊ നമ്മുടെ ഡയറക്ടേഴ്സ് ഒന്നും സത്യന്റെ പടത്തിൽ ആ വെറൈറ്റി ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. മഴൽക്കാവടിയും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു, ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള. പിന്നെ തലയണ മന്ത്രവും ആ സമയത്താണ്. ഇപ്പൊ മഴൽക്കാവടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ പറയുന്നത്, എനിക്ക് ഇമ്പോർട്ടൻറ്റ്